ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ തമിഴിൽ കണ്ടിട്ടും നിങ്ങൾക്ക് ആ ഇൻട്രോ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വൈകിട്ടാണ് ആ ഒരു സ്പെഷ്യൽ കാര്യം നടക്കണം കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളൊരു ഡേ മൈ ലൈഫ് പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് നല്ല മഴയുണ്ട്, ഇന്ന് സൺഡേ ആണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് മഴയുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലൊക്കെ വീട്ടിന് മുന്നിലൊക്കെ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെളിയിലൊക്കെ വന്ന് നിന്നതിൻ്റെ ശേഷം ഒന്ന് കാറ്റല്ല മഴയൊക്കെ ചാറ്റിലൊക്കെ കൊണ്ടതിന് ശേഷം ഉള്ളിൽ വന്ന് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇരിക്കുകയല്ല മഴയൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതന്നെ ഉള്ളൂ. പക്ഷെ നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിൽ വന്നിട്ട് ബെഡൊക്കെ ഒന്ന് മടക്കി വെച്ചു. ഇന്നെല്ലാവർക്കും ലീവാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, തിരക്കൊന്നും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം ഇവർക്ക് കുക്കറിൽ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിള്ളേർക്ക് നമ്മൾ ചിക്കൻ വാങ്ങിയപ്പോൾ അതിന് ബാക്കി വരുന്ന മറ്റേ സാധനങ്ങളൊക്കെ അത് അവർക്ക് വേവിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അമ്മ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, തലേ ദിവസം ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, രാത്രി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ ചൂടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ദോശ ഒഴിക്കാൻ വേണ്ടിയിട്ട് ദോശ മാവ് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ദോശമാവ് തിക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് 2-3 ദിവസത്തേക്കൊക്കെ. അതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അന്നന്ന് യൂസ് ചെയ്യാൻ കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ ദോശമാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം വെളിയിലോട്ട് വെക്കും, എന്നിട്ട് കുറച്ചൊന്ന് തണുപ്പൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെളിക്കും കേട്ടോ. എന്നിട്ട് ആ തണുപ്പൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ദോശ ഒഴിക്കാൻ തുടങ്ങുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പിടാണ്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ എന്താകുമ്പോൾ നമുക്ക് പുളിക്കില്ല, മാവ് പുളിക്കില്ല. നമുക്ക് അപ്പോൾ വേണ്ടത് ചെയ്യാം കേട്ടോ. നമുക്ക് ഡെയിലി പലഹാരം കഴിക്കാൻ ആഗ്രഹമുള്ളവർ, ചിലപ്പോൾ ദോശയ്ക്കാണ് പെട്ടെന്ന് നമുക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ പോകാം. 2-3 കഴിക്കുന്ന ഒരു വർക്കിന് പോകുന്നവർക്കൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. വേഗം ചുട്ട് കഴിച്ചിട്ട് ഇങ്ങനെ പോകാം കേട്ടോ. അങ്ങനെ ദോശ ഇഷ്ടമുള്ളവർ, ഇല്ലാത്തവരാണെങ്കിൽ എന്താണ് ചെയ്യാം. ഇങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് 2-3 ദിവസത്തേക്കൊക്കെ ആട്ടി വെച്ച് കഴിഞ്ഞാൽ അത് 2-3 ദിവസത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ നമുക്ക് 2 ദിവസമൊക്കെ ആട്ടിയാൽ മതിയല്ലോ. ഇഡ്ഡലി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇഡ്ഡലി മാവ് എനിക്കെന്തോ കുറച്ച് പിറ്റേ ദിവസം ആകുമ്പോൾ പുളിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇഡ്ഡലി മാവ് അധികം ഉണ്ടാക്കണേ ഞായറാഴ്ചയായിരിക്കും ഉണ്ടാക്കുക. ശരിക്കും ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ മാവ് ചിലവാത്തതുകൊണ്ട് ഇനി എടുത്ത് വെച്ചിട്ട് ശരിയാവില്ല എന്ന് വിചാരിച്ചാൽ ശരി മാവ് ഉണ്ടല്ലോ അത് തീർത്തിട്ട് നമുക്ക് ഫ്രഷായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചെന്ന് വിചാരിക്കറിയോ. അപ്പോൾ ഞായറാഴ്ചയ്ക്ക് വേറെ മാവ് ഉണ്ടാക്കിയാൽ ഈ മാവ് അങ്ങനെ അവിടെ കിടക്കും, ചിലപ്പോൾ എടുക്കാനുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ഒരു ദിവസം കൂടി വേകുമ്പോൾ ചിലപ്പോൾ മേ ബി അത് പുളിക്കും, ഒരുപാട് ദിവസം നിൽക്കത്തില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ അമ്മ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവല്ല ഓക്കെ നാളികേരം ചിരവിയിട്ട് അമ്മ ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ചട്നി ഉണ്ടാക്കുന്ന തിരക്കിലാണ്, ഞാൻ ദോശ ഒഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇല്ലെങ്കിൽ അമ്മ ഇല്ലെങ്കിൽ ഇപ്പോൾ വർക്കിന് പോകുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അമ്മ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാനായിരിക്കും കൂടുതലും ചമ്മന്തി ആയിരിക്കും ഉണ്ടാക്കുക. ചട്നി ഉണ്ടാക്കില്ലെങ്കിൽ ചമ്മന്തിയാണ് കുറച്ചും കൂടി തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് ഏറ്റവും ഇഷ്ടം. എനിക്കും എൻ്റെ അനിയനൊക്കെ അതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ദോശൻ്റെ ഒപ്പം കഴിക്കാൻ. ഇഡ്ഡലിക്ക് പിന്നെ സാമ്പാറും ഇഡ്ഡലിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, വിട്ടുപോയി. ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫോൺ. പിന്നെ ആ ഗ്യാപ്പിൽ പിന്നെ നമ്മൾ ചായ കുടിച്ചതിന് ശേഷം ഒന്ന് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു 11 മണി ആവാറായി കേട്ടോ. പിന്നെ അതല്ലാണ്ട് നല്ല മഴയൊക്കെയാണല്ലോ, അപ്പം ഒന്ന് എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 3 പേരെ കാപ്പി കുടിക്കുന്നുള്ളൂ. ഏട്ടൻ മെല്ലെ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ഏട്ടന് ചായ ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഏട്ടൻ ചായയും ദോശയും കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒന്നും കൂടിയിട്ട് കാപ്പി കുടിക്കണം കേട്ടോ. ബ്രൂ കോഫിയാണ്, നമ്മൾ ഇൻസ്റ്റൻറ്റ് പൗഡർ ഉണ്ടല്ലോ അതാണ് കുടിക്കാറുള്ളത് കേട്ടോ. എനിക്ക് കാപ്പിയൊന്നും സ്ഥിരമായ ശീലങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിലാരെങ്കിലും എക്സ്ട്രാ ഉണ്ടാകും. അപ്പോൾ അനിയന് ഞാൻ മാത്രമാണ് ചിലപ്പോൾ അനിയൻ കാപ്പി വെക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ വെച്ച് കുടിക്കും. അല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ അങ്ങനെ കുടിക്കാറില്ല. കൂടുതലും അങ്ങനെ പഞ്ചസാര അവോയ്ഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചായയും എപ്പോഴും 2 നേരമൊക്കെ കുടിക്കുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് തീരില്ലാത്തൊരു കാര്യമായിരുന്നു, പക്ഷെ ഇപ്പോൾ കുടിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട വെക്കണമെന്നുണ്ട് വിചാരിക്കുന്നുണ്ട്, പക്ഷേ വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയാൽ അത് സ്കിപ്പ് ചെയ്യുള്ളൂ ഞാൻ ഓട്ടോമാറ്റിക്ക്. പക്ഷെ പോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഫുഡ് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ജിമ്മിന് പോണ സമയത്ത് ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ജിമ്മിന് പോകണമെങ്കിൽ ഫുഡ് ശ്രദ്ധിക്കണം, ഫീസ് നോക്കണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷെ നമുക്ക് എന്താ പറയുക, കല്യാണ തിരക്കൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു
എന്താ പറയുക, ഒരു 100 രൂപയാണെങ്കിലും ഞാൻ കല്യാണത്തിന് അത് സ്വരുക്കൂട്ടി വെച്ചുകൂടെ എന്നൊരു തോന്നലാണ്. അപ്പോൾ അത്യാവശ്യം ഞാൻ വെയിറ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് വർക്കൗട്ട് ചെയ്യണം, എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളത് കുറച്ച് മാറ്റി വെച്ചാൽ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അത് നമ്മുടെ കല്യാണമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പായി ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് സ്വരുക്കൂട്ടി വെക്കുന്നേ ഉള്ളത് കേട്ടോ. ഓക്കെ, ജിമ്മിൽ പോകുമ്പോൾ അതിന് മാത്രമൊക്കെ ചിലവുണ്ടോയെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണ്ടാവും. നമ്മൾ നന്നായിട്ട് വെയിറ്റ് ഗെയിനിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫുഡ് നേരെ കഴിച്ചില്ലെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള ഡയറ്റൊന്നും എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആവും കേട്ടോ. നമുക്ക് പിന്നെ ഹെൽത്ത് ഇഷ്യൂസും വരും. അത് നമ്മൾ കറക്റ്റായിട്ട് അത് പോകുമ്പോഴേ അറിയുള്ളൂ അത് കീപ്പ് ചെയ്യണം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അത് നമ്മൾ ഇടയിലൊന്ന് നിർത്തിപ്പോയ പിന്നെ പണിയാണ്. ഓക്കെ, ആ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും അറിയില്ല. പക്ഷേ ഇടയിലൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ അയ്യോ ആ ചിലവ് ഈ ചിലവ്, നമ്മൾ വേറെ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങനെ ശ്രദ്ധ വിട്ടുപോകും. പക്ഷെ പോകുമ്പോൾ ഇല്ല സുഖമാണ് കേട്ടോ. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. എനിക്ക് മുമ്പ് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, പക്ഷേ നിർത്തിയതിൻ്റെ ശേഷമാണ് പണിയായത്. ശരിക്കും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കണ്ടിന്യൂ അങ്ങനെ പൊക്കോളണം. നിർത്തിക്കരെ പിന്നെ പണി കിട്ടും, പിന്നെ പോകാൻ മടിയൊക്കെ ആവും കേട്ടോ. മടിയല്ല, ഓരോ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് എന്തായാലും പോകും. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ജിമ്മിനൊക്കെ പോകും, സെറ്റാക്കണം. അല്ലെങ്കിൽ മേ ബി ഞാൻ കല്യാണത്തിന് മുമ്പും ചിലപ്പോൾ പോകാം കേട്ടോ. അതൊന്നും പറയാൻ പറ്റില്ല എൻ്റെ കാര്യമൊന്നും. ഓക്കെ, ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ചതിന് ശേഷം വീടൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുളിച്ച് വന്നു, എണ്ണ തെച്ച് തലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചുള്ളൂ, ഷാമ്പു ഒന്നും ഇട്ടില്ല. ഓക്കെ, പിന്നെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിലുള്ള ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹെയർ വളരുമ്പോൾ ചെയ്യുന്നതുകൊണ്ട് വരുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ, ഒരു അൺഈവനായിട്ട് തോന്നും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി. പിന്നെ പിമ്പിളൊക്കെ ഉണ്ട്, 2-3 വന്നിട്ടുണ്ട് പുതിയത്. അപ്പോൾ അതിലൊന്നും തട്ടാത്ത രീതിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഐസ് ക്യൂബ് ഒരു ടവലോ, കോട്ടൻ്റെ ഒരു ടവലോ തുണി എന്തെങ്കിലും എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുരുവുള്ള ഭാഗത്തൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ഒന്ന് കാമാകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഫേസിലേക്ക് നന്നായിട്ട് ഹെയറൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ നമ്മൾ ഐബ്രോക്ക് ജസ്റ്റൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പർ ലിപ്പൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് മാറ്റി കേട്ടോ. ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തു. പിമ്പിൾ നന്നായിട്ടൊന്ന് ഈ ഒരു കവളിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതെന്തോ എനിക്കിപ്പോൾ ഞാൻ യൂസ് ചെയ്ത ബെഡ്ഷീറ്റിൻ്റെ എന്തോ പൊടി തട്ടിയിട്ട് ആയതാണ് തോന്നുന്നു. നമ്മൾ ഈ മഴക്കാലമാകുമ്പോൾ തുണിയൊന്നും തിരുമ്പാൻ പറ്റില്ല. നമ്മൾ വേനൽക്കാല സമയത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതായിരിക്കും ഈ ബെഡ്ഷീറ്റൊക്കെ. അത് മഴക്കാലമാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ പൊടികളൊക്കെ ഉണ്ടാവും. അതെനിക്ക് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് തോന്നുന്നു. സെൻസിറ്റീവാണ് ചോദിച്ചാൽ അതുമല്ല, പക്ഷേ ചില സമയത്ത് എൻ്റെ സ്കിൻ അങ്ങനെ ഓരോന്ന് റിയേറ്റ് എനിക്ക് പൊടിയൊക്കെ അലർജിയാണ്, അതുകൊണ്ടാണ്. പക്ഷേ സെൻസിറ്റീവാണ് ചോദിച്ചാൽ അതുമല്ല. ഓക്കെ, ഒരു പ്രത്യേക ഒരു ഇത്. ഓക്കെ, എന്താ പറയുക. പിന്നെ ഇടയിൽ കൂടെ ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് കഴിക്കാനിരിക്കട്ടെ. എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അനിയൻ്റെയൊക്കെ കോപ്രായത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ കാര്യമാക്കട്ടെ, വിട്ടേക്ക്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചില്ലി ചിക്കൻ വറുക്കുന്നുണ്ട്, ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിക്കാൻ പോവാണ്. കഴിക്കാൻ അമ്മയും അനിയനും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഏട്ടനും കൂടിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് TV കണ്ടിട്ടാട്ടോ. ഇത് ഒരു കന്നഡയാണോ, കന്നഡ അല്ല, തെലുങ്ക് മൂവിയാണ് കേട്ടോ. ഞാനീൻ്റെ ഒരു മൂവിയാണ്. അമ്മയാണ് ചായ വയ്ക്കുന്നത്. എൻ്റെ മുഖത്ത് പിമ്പ് കാണുന്നത് പുതിയ അതിഥി. നല്ല ഈ വെളിച്ചെണ്ണ വിട്ട് ചായയൊക്കെ ഉണ്ടാക്കി നമ്മൾ ചായയൊക്കെ കുടിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല മഴയുണ്ട്. മഴ നിന്നതായിരുന്നു, പിന്നെയും മഴ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് മഴേൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാൻ എവിടെ പോയിരുന്നാലും മഴേൻ്റെ സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ എന്തായാലും നമ്മൾ വോയിസ് ഓവർ കൊടുത്താലും എങ്ങനെ കൊടുത്താലും നോയ്സ് ഉണ്ടാവും, ക്ഷമിക്കണം, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ചായ വേണോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പം എൻ്റെ കുറച്ച് സ്കിൻ കെയർ, പിന്നെ ഞാൻ കുറച്ച് പൗഡറൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ചന്ദനം, പിന്നെ എന്തിൻ്റെയൊക്കെയോ ഒരു പൗഡർ ഉണ്ടായിരുന്നു.
ഇരട്ടി മധുരം, രക്തചന്ദനം, ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്പയറി ഡേറ്റൊക്കെ ഞാൻ ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. എനിക്ക് പിമ്പിൾ വന്ന പിന്നെ അതിൻ്റെ വല്ലതാണെന്ന്. ഒരു കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തതിൽ അതിൽ എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പാക്കറ്റിൽ വാങ്ങിയത് ബോട്ടിൽ കൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും കാണില്ലല്ലോ. അപ്പം ഞാൻ അതൊന്നും ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ടെല്ലാം അങ്ങനെ എടുത്ത് മാറ്റുകയാണ്. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന ക്രീം, ടോണർ, ഫേസ് വാഷ് അതൊന്നും അങ്ങനെ എക്സ്പയറി ഡേറ്റ് തീരാറില്ല. നമ്മൾ പെർപ്പിളിൽ നിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉള്ളതായിരിക്കും കിട്ടുക കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ഏകദേശം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ആ എക്സ്പയറി ഡേറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ലാസ്റ്റിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണ നമുക്ക് പിന്നെ ഓൺലൈനിൽ നിന്നായിരിക്കും. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കുറച്ച് നല്ല ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഫേസ് വാഷ്, മോയ്സ്ചറൈസറൊക്കെ പെട്ടെന്ന് തീരുന്നൊരു സാധനമാണ്. നമ്മൾ 2-3 മാസമ്പോഴേക്കൊക്കെ തീരും. പക്ഷെ എന്തോ ഞാൻ ഇങ്ങനത്തെ പൗഡർ സാധനങ്ങളൊക്കെ കസ്തൂരി മഞ്ഞൾ അതൊക്കെ ഫേസ് പാക്ക് ഇടുമ്പോൾ യൂസ് ചെയ്യണതാണ്. അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് കാര്യമില്ല. പിന്നെയാണ് ശ്രദ്ധിച്ചത്. ഞാൻ കസ്തൂരി മഞ്ഞൾ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അല്ല എനിക്ക് അലർജി വന്നത്, ബെഡ്ഷീറ്റിൻ്റെയാണ്. അതെനിക്ക് നല്ലപോലെ അറിയുന്നുണ്ട്. എനിക്ക് രാവിലെ എണീക്കുമ്പോഴാണ് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ കളയേണ്ടതൊക്കെ കളഞ്ഞു. പിന്നെ ഞാൻ അമ്മയും ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്ന, ഈ സാരിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു എന്താ പറയുക ബാഗ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. സിബ്ബൊക്കെ ഉള്ളതാണ്. ഒരു സ്ക്വയർ ടൈപ്പിലാണ്. ഇതൊരു മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. 260, 80 അങ്ങനെ ലൈക്ക് അത്രയും വരുന്നൊരു, ഇതിൽ 10 പീസ് ഉണ്ട് കേട്ടോ. 5 ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡും ആയിട്ടുള്ളൊരു 5 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ നമുക്ക് ഡോറൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഇതിലിട്ട് വെച്ച് കുറച്ച് വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും, പൊടിയും പിടിക്കത്തില്ലല്ലോ. ഇത് മുമ്പേ ഞങ്ങൾക്ക് കണ്ണിൽ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ഇത് ഇത്രയും കൊല്ലമായിട്ട് ഞങ്ങൾ 3 കൊല്ലമായി വീട് താമസം മാറിയിട്ട്. അപ്പം എങ്ങനെ കിടന്നിട്ട് ഓരോന്ന് പൊടി പിടിച്ച് കിടക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സാരി ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഉള്ളതൊക്കെ നമ്മൾ അതിലിട്ട് വെക്കാം. പിന്നെ എൻ്റെ ഫംഗ്ഷൻ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ വല്ലപ്പോഴും ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഡെയിലി വെയർ ഇടുന്നതും പെട്ടെന്നൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇടുന്നതൊക്കെ സ്റ്റോറേജ് തികയുന്നതനുസരിച്ചിട്ടോ. ഈ 10 പാക്കറ്റ് എത്ര തികയും എന്ന് എനിക്കറിയില്ല. സാരിയൊക്കെ ആണെങ്കിൽ ഒരു 8-9 മണിക്കൊക്കെ അതിനുള്ളിൽ കൊള്ളുന്നുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ പറയുമ്പോൾ നമ്മൾ ചുരിദാർ പറയുമ്പോൾ അപ്പോൾ അതിലൊരു പാൻറ്റ്, ഷാൾ അതൊക്കെ വരുമ്പോൾ കട്ടി കൂടണം. അപ്പോൾ അതൊന്നും പെട്ടെന്ന് അതിൽ തികയുന്നില്ല. ഒരു 4-5 വയ്ക്കുമ്പോഴേക്കും അതങ്ങനെ ഫില്ലാവുന്നുണ്ട്. പക്ഷെ നല്ല വൃത്തിക്ക് നമുക്കിങ്ങനെ വെക്കാനും പൊടി പിടിക്കാണ്ടിരിക്കാനൊക്കെ യൂസാണ് കേട്ടോ. പിന്നെ നമ്മൾ കളറായിട്ട് ഡ്രസ്സ് ഇങ്ങനെ കാണുന്ന കാട്ടിൽ നല്ലത് ഇതുപോലെ അങ്ങനെ വൃത്തിക്ക് കിടക്കുകയും ചെയ്യുമല്ലോ. ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഡോറൊന്നും വെക്കാത്തവർക്കൊക്കെ, ഈ സാധാരണ വീടുകളിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. നമുക്ക് പൊടി പിടിക്കാണ്ടിരിക്കാനും നമുക്കൊരു അലമാര ഉണ്ടെങ്കിൽ, ഡോർ ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് വൃത്തിക്ക് വെക്കാനും നമുക്ക് പറ്റിയൊരു സാധനമാണ് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഒരു 7 പാക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ തുണി മാത്രം വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. തുണികളൊക്കെ കൂടി ഒന്നിച്ച് വീഴും. ഇതാകുമ്പോൾ കുറച്ചുകൂടി സൗകര്യമായിട്ട് വൃത്തിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ 10K സബ്സ്ക്രൈബ് ആയതിൻ്റെ ഒരു കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ടൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ എനിക്ക് യൂട്യൂബിൽ 10K സബ്സ്ക്രൈബ് ആയിട്ട് ചെറിയൊരു സെലിബ്രേഷനാണ്. ഞങ്ങൾ മാത്രമായിട്ട് വിളിച്ച കുഞ്ഞൊരു കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളും വരിക, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോണ ഗൈസ്. ഇത് നമ്മുടെ തുടക്കമാണ്. ആദ്യത്തെ പീസ് നമ്മുടെ ഫാമിലിക്കാണ്, നിങ്ങൾക്കുള്ളതാണ്. ആദ്യം തന്നെ ആർത്തി പിടിച്ച് ഞാൻ എൻ്റെ വായിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർത്ത് അയ്യോ ഞാൻ അമ്മയ്ക്ക് കൊടുത്തില്ലല്ലോ, അമ്മയ്ക്ക് ഇവർക്കാരും കൊടുത്തില്ലല്ലോ. പൊതുവെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു, പിന്നെ ഞാൻ എൻ്റെ വായിക്ക് ഇട്ടു കേട്ടോ. കേക്ക് കഴിക്കാനുള്ളൊരു കൊതി കൊണ്ടാണ്, മഴക്കാലമൊക്കെ അല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കഴിക്കാനൊക്കെ ഭയങ്കര ഒരു ഫീലായിരിക്കും കഴിക്കാനൊക്കെ. അപ്പം ഞാൻ അതിന് ശേഷം അയ്യോ കുബിർക്ക് കൊടുത്തില്ലല്ലോ വെട്ടിയത്, അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മുടെ പിള്ളേർക്ക് 2 പേര് പുറത്ത് മഴ ആയതുകൊണ്ട് കുറച്ച് നേരം ഉള്ളിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാത്രിയാകുമ്പോൾ പുറത്താകും കേട്ടോ. കുറച്ച് നേരം ഉള്ളിൽ ഇരുന്നോട്ടെ, കേക്ക് കട്ടിയുമ്പോൾ കേക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിനുള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അവർക്ക് കേക്ക് കൊടുത്തു. അതേ കേക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ്. പിന്നെ നമ്മൾ വല്ലപ്പോഴുള്ളതല്ലേ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അവർക്കും കൂടി കേക്ക് കൊടുത്തു കേട്ടോ. ഞങ്ങൾ സിനിമ കാണാം.